ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സ്കിൻ കെയറിന്റെ ഒരു പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങളെ കുറിച്ചിട്ട് CTM മെത്തേഡ്. എന്താണ് CTM മെത്തേഡ് എന്ന് പറയാനായിട്ടാണ്. എന്താണ് CTM മെത്തേഡ് എന്ന് ചുരുക്കി പറയാം. ജസ്റ്റ് നമ്മുടെ ക്ലൻസിങ്ങും ടോണിങ്ങും മോയ്സ്ചറൈസിങ്ങും ഇത് മൂന്നും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്മുടെ സ്കിൻ കെയറിലെ പ്രധാനപ്പെട്ട 3 ഘട്ടമാണ് CTM മെത്തേഡ് എന്ന് പറയുന്നത്. ഇതുവരെ തുടങ്ങാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, രാവിലെ കിടക്കുന്നതിന് മുൻപും നിർബന്ധമായിട്ടും CTM മെത്തേഡ് എല്ലാവരും ഫോളോ ചെയ്യുക. സിമ്പിളായിട്ട് CTM മെത്തേഡ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള മാലിന്യങ്ങൾ, പൊടിപടലങ്ങൾ അല്ലെങ്കിൽ എണ്ണമയം ഇതൊക്കെ നീക്കം ചെയ്യാനും സ്കിന്നിലെ പിമ്പിൾസിനെ കുറയ്ക്കാനും പിന്നെ നല്ലൊരു ഗ്ലോ ആയി ഹൈഡ്രേറ്റഡ് ആയിട്ട് എല്ലാത്തിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ CTM മെത്തേഡ് ചെയ്യണത്. CTM മെത്തേഡിൽ ആകെ 3 കാര്യങ്ങൾ വരുന്നുള്ളൂ. 1 ക്ലെൻസിങ്, 2 ടോണിങ്, 3 മോയ്സ്ചറൈസിങ്. അപ്പോൾ CTM എന്താണെന്നുള്ളതിൻ്റെ ഒരു ഏകദേശം രൂപം കിട്ടിയില്ലേ. ഇനി എന്താണ് ക്ലെൻസിങ്? ഫസ്റ്റ് വൺ എടുക്കാം. സി ഫോർ ക്ലെൻസിങ്. ക്ലെൻസിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തെ വിയർപ്പ്, പൊടി അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയി വരുമ്പോൾ അടിക്കണ എന്തെങ്കിലുമൊക്കെ മാലിന്യങ്ങൾ, അതായത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് മുഖത്ത് തൊടുമല്ലോ, അതിനെയാണ് മാലിന്യം എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ് മേക്കപ്പ്, ഇതൊക്കെ റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ക്ലെൻസിങ് അല്ലെങ്കിൽ ഒരു ക്ലെൻസർ യൂസ് ചെയ്യണത്. മസ്റ്റായിട്ട് അവരുടെ സ്കിന്നിന് ആപ്റ്റായിട്ടുള്ള ഒരു ക്ലെൻസർ കണ്ടുപിടിക്കുക. ഒരു ഫേസ് വാഷ് നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടുപിടിക്കുക. പുറത്ത് പോയിട്ട് വരുമ്പോഴും രാവിലെ എണീറ്റിട്ടും രാത്രി കിടക്കുന്നതിന് മുൻപും മസ്റ്റായിട്ട് നിങ്ങളുടെ സ്കിൻ കെയറിൽ അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യുക. അത് ചെയ്യാണ്ട് ഉറങ്ങരുത് ആരും. ഓക്കെ, അപ്പോൾ ഈ ക്ലെൻസിങ് തന്നെ നമുക്ക് ഒരു 3-4 തരത്തിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സ്കിൻ ടൈപ്പ് 2-3 തരത്തിലുണ്ടെന്ന്. ഓയിലി സ്കിൻ ഉണ്ട്, പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവരുണ്ട്, കോമ്പിനേഷൻ സ്കിൻ ഉള്ളവരുണ്ട്, പിന്നെ ഈ ആക്നെ, പോർസ്, അതായത് എപ്പോഴും പിമ്പിൾസ് ഒക്കെ വന്ന് ഫുള്ള് ഡാമേജ്ഡ് ആയിരിക്കുന്ന സ്കിന്നില്ലേ, അതുള്ളവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ സെയിം ക്ലെൻസറാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അല്ല. എൻ്റെ ഓയിലി സ്കിന്നാണ്, അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ എണ്ണമയം തടയണ ഒരു ക്ലെൻസർ വേണം യൂസ് ചെയ്യാനായിട്ട്. ക്ലെൻസിങ് 3-4 തരത്തിലുണ്ട്. ജെൽ ക്ലെൻസറാണ്. ജെൽ ക്ലെൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓയിലി സ്കിൻ, എന്നെ പോലുള്ള സ്കിന്നുകൾ, അതായത് ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും നിറച്ച് എണ്ണ വരുന്ന സ്കിന്നുകൾ ഉണ്ടല്ലോ, അവർക്കാണ് കൂടുതൽ ജെൽ ക്ലെൻസർ ഉപയോഗപ്രദമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിമ്പിൾസ് കുറയ്ക്കാനും ഫേസ് വൃത്തിയായിട്ട് സൂക്ഷിക്കാനും ജെൽ ക്ലെൻസർ നല്ലതാണ്. നെക്സ്റ്റ് വണ് ഫോം ക്ലെൻസറാണ്. അതായത് ഈ നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്ക് ഡീപ്പായിട്ട് വൃത്തിയാക്കാനായിട്ട് ഫോം ക്ലെൻസറാണ് ബെറ്റർ കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ക്രീം ബേസ്ഡ് ക്ലെൻസേഴ്സ് ആണ്. ക്രീം ബേസ്ഡ് ക്ലെൻസേഴ്സ് കൂടുതലായിട്ടും സെൻസിറ്റീവ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്കാണ് ഏറ്റവും ബെറ്റർ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലെ ഈർപ്പം നഷ്ടപ്പെടാണ്ട് വെക്കാനായിട്ട് ഈ ക്രീം ബേസ്ഡ് ക്ലെൻസേഴ്സിന് കഴിയും. ഓക്കെ, ലാസ്റ്റ് വൺ മിസെല്ലാർ വാട്ടർ ആണ്. മിസെല്ലാർ വാട്ടർ കോമൺ ആയിട്ട് യൂസ് ചെയ്യണത് മേക്കപ്പ് റിമൂവ് ചെയ്യാനാണ് കേട്ടോ. ഈ 4 തരത്തിലുള്ള ക്ലെൻസിങ് ആണ് നമുക്ക് വരുന്നത്. എങ്ങനെയാണ് ക്ലെൻസ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ഒരു ക്ലെൻസർ വെച്ച് ക്ലെൻസ് ചെയ്യുക? എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. കോമൺ ആയിട്ട് ആരും അങ്ങനെ ചെയ്യാറില്ല. നമ്മളിപ്പം മുഖം കഴുകാൻ നിൽക്കണ നേരത്ത് ആരും ചൂടുവെള്ളം കൊണ്ടുവയ്ക്കാൻ പോയില്ല. ഞാനും സമ്മതിച്ചേക്കണം, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. മുഖം ഫസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാം. ക്ലെൻസർ, ഏത് ക്ലെൻസറാണ് നിങ്ങളുടെ കയ്യിലുള്ള വെച്ചാൽ കുറച്ച് ക്ലെൻസർ എടുക്കുക, നന്നായി ഫേസിലൊക്കെ ആക്കി ചെറുതായിട്ടൊരു 30 സെക്കൻഡ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായി കഴുകി കളഞ്ഞിട്ട് ഈ ടവൽ വെച്ചിട്ട് ഇങ്ങനെ ഉറച്ച് മുഖം നടക്കണം ഞാൻ കണ്ടിട്ട്. അങ്ങനെ ചെയ്യല്ലേ പ്ലീസ്. ഡാബ് ചെയ്ത് ഒന്ന് ജസ്റ്റ് അത് എന്താ പറയാ, നമ്മളൊരു നമ്മുടെ ഫേസല്ലേ, കുറച്ച് പരിഗണന കൊടുക്കുക അതിന്. ഡാബ് ചെയ്ത് നന്നായി ഒപ്പിയെടുത്ത് ഉറയ്ക്കാൻ മുഖം ഇങ്ങനെ ടവൽ വെച്ച് ഉറയ്ക്കരുത്. അതുപോലെ തന്നെയാണ് ഹെയറിന്റെ വീഡിയോ പിന്നിടാം. ഓക്കെ, അപ്പൊ ഇതാണ് ക്ലെൻസിങ് എന്ന് പറഞ്ഞ പാർട്ട് നമ്മൾ കഴിഞ്ഞു.